ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വയനാട് ചെമ്പ്ര പീക്കിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ഫാമിലി ട്രിപ്പ് വന്നാണ്. ബസ് ഇവിടെ ഫാമിലി ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും പതിയെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ വന്നപ്പോൾ എടുത്ത കുറച്ച് സീൻസൊക്കെ കണ്ടിട്ട് വന്നോളൂ. Hello, Assalamualaikum. Welcome back to my channel. Celebration. Navika. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ടു നൈറ്റ് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയയിലാണ്. ഒരു 900 ഏക്കർ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ ആണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ കുറച്ച് ലേറ്റായി എത്താൻ. ഇപ്പോൾ ടൈം എത്ര? ഉച്ചയായി. ഓക്കെ, ഉച്ചയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രക്കിംഗ് മോഡ് ഓൺ. കുറച്ച് പേര് ഇവിടെ ഉണ്ട്, ബാക്കിയുള്ളവർ കയറി തുടങ്ങി. അപ്പം നമുക്ക് നടക്കാം. വരും ഗായ്സ്. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൂസേ ഹായ്. അപ്പൂസേ ഹായ് എടുത്തോ. അപ്പൂസേ ഒരു ഹായ്. വെള്ളം അങ്ങനെ നമ്മളിത് വരെ മെയിൻ പേജ് എത്തിണ്ട്. ബ്ലാക്ക് ഈഗിൾസ് ക്യാമ്പ്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ ഏരിയ. എന്തെന്നോ ഹോസ്റ്റൽ. ഓക്കെ, ഹോസ്റ്റലാണത്. നമ്മളെ കൂടെ ഉള്ള ഇയാളെന്താ ഇവിടുന്ന്? ഓക്കെ, മൗണ്ട് എവറസ്റ്റ് ഒക്കെ കിലോമീറ്ററൊക്കെ തന്നെ ഇവിടെ വെച്ചേക്കണ്. കിളിമഞ്ചാരോ. അപ്പൊ ഇവിടുന്നൊക്കെ കുറച്ചുള്ളൂ, ഇവിടൊക്കെ കുറച്ചുള്ളൂ പോവാൻ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൈറ്റും ഇവിടുന്ന് ഈ പോയിന്റിൽ ഹൈറ്റ് തമ്മിലുള്ള ഡിഫറൻസുകളാണ്. നമുക്ക് പോവാം. ക്രിസ്മസ് കഴിഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ട് അല്ലേ? ക്രിസ്മസ് അപ്പൂപ്പൻ ഇതാ അനി. ഇതെന്താ അപ്പൂപ്പ. അപ്പൂപ്പ. ഷിബിനെ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പറയുന്നു.
ഷിബി ഓ ഷിബി ഒന്ന് നോക്കൂ. ആ ഷിബി മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ അവരിനി ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഷിബി ഹായ്. എവിടെ? ആ ഓക്കെ അമ്മ ഒരു കുറങ്ങനെ കാണിച്ചാറേ. ആ ഓല് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരും കേട്ടോ. അവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, തന്നോളെ. ഫ്രൂട്ട്സ് കൊടുന്നും തരില്ല, നല്ല രസമുണ്ട്. കൊടുന്നരില്ല, പോയി തിന്നോ. നിന്റെ സൈക്ലോഡിക്കൽ മൂവ് എനിക്ക് മനസ്സിലായി. ആ സൈഡിൽ നിന്ന് മൂക്കുത്തിയാണ്. ഈ മൂക്കുത്തി പുതിയതാണ് കേട്ടോ, എല്ലാവരുടെയും ശ്രദ്ധക്ക്. ഓക്കെ മതി. സന്തോഷമായോ? സന്തോഷമായില്ല. എന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇനി പോയിക്കല്ലേ? ആ ഓക്കെ 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 മതി. ഇത് ഷിബിയാണ്, പിന്നെ മെൻഷൻ ചെയ്തേക്കണു. ഓക്കെ അല്ലേ? 3 ഇനി മെൻഷൻ ചെയ്യാം. ഇത് വീണ്ടും ഷിബിയാണ്. ഇതാരാ? അന്നമോളാ. ഇവരെ ഞങ്ങൾക്ക് ബ്രൈറ്റ്നസ് തൊട്ട് ഇത് നമുക്ക് വലിയൊരു മിസ്സിംഗ് ആണ്. നമ്മുടെ മേജർ പാർട്ട് ഇവിടെ കാണുന്നില്ലടി. ഹന്നുവിനെ കാണുന്നില്ല. ഹന്നു ഒരു ഹായ് പറഞ്ഞോ. ഹന്നു ഒരു ഹായ്. ഓക്കെ നമ്മളെ ട്രിപ്പിന് ചില സാങ്കേതിക കാരണങ്ങൾ വരാൻ പറ്റാത്ത ഹന്നു സോനു എന്നിവർക്ക് സങ്കടം അറിയിക്കുന്നു. ഈ ഫ്രൂട്ട്സ് കൊണ്ട് മുങ്ങുന്ന ആള് ഫ്രൂട്ട്സ് എടുക്കാൻ പറഞ്ഞപ്പോ പാത്രം നിറച്ചോണ്ടിരാനല്ലോ. ഓക്കെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടും വെജിറ്റബിൾ സ്റ്റൂ. നൂൽപുട്ടും വെജിറ്റബിൾ സ്റ്റൂ ആണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ഒരു കുരങ്ങൻ നോക്കണോക്കെ. അതവിടെ തരുന്ന കുരങ്ങൻ നോക്കുന്നു. ബോസ് പറഞ്ഞതാണോ? ആ ഊട്ടി ടൂർ പോയി. അന്ന് ഇവരൊക്കെ ആ റേഞ്ചിലാണ്. അങ്ങനെ ഇവര് പ്ലാൻ ചെയ്ത ടൂറാണ്. അപ്പൊ അവരൊക്കെ കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡൊക്കെ ആയി. അപ്പൊ എന്ത് ചെയ്തു, അവരേക്ക് ഒരു സെറ്റപ്പ് ചെയ്ത. ഞങ്ങളത് വ്ളോഗ് കണ്ടപ്പോ അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ നോക്കിയിരുന്നു തരണം. ഓക്കെ നിങ്ങൾ എനിക്ക് വിളമ്പി തരണം. അതെ എനിക്ക് ഭക്ഷണം വിളമ്പിട്ട് നോക്കിയത്. ഒരു ടീം അതാ മുകളിൽ പോണ ഫുഡ് കഴിക്കും. പ്രോത്തരപ്പൻ എൻ്റെ പൂച്ച അവിക എനിക്ക് അതാ വെള്ളപ്പായി. വേഗം എനിക്ക് വേഗം പ്ലേറ്റ് കഴിഞ്ഞോ? ചിഞ്ചു പുട്ടും കടലിയല്ല. ഇനിയിപ്പോൾ അത് ചതിയാന്ന്. ഇതുവരെ എന്നെ പുച്ചക്കായിരുന്നു. പുട്ടും കടലിയും ഇവിടെ ചോളി. ഓക്കെ എനിക്കുള്ള വെള്ളപ്പം സ്റ്റൂ റെഡി. ഇവിടെ പോവാം. ആ സ്റ്റൂളും എൻ്റെ അടുത്തോ സ്നേഹം. നമുക്ക് ഇതിമ്മ പോവാം. മുകളിൽ കഴിക്കുന്നവരെ ഒന്ന് കാണാം. ഹായ് മുകളിൽ കഴിക്കാരെ. ഈ കറി കഴിക്കുന്നത് ഷിബിയാണ്. വെറുപ്പിച്ച മതിയോ? നോശി മാസ്ക് ഇട്ടിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? നല്ല അടിപൊളി വെള്ളപ്പവും സ്റ്റൂ ഉണ്ട്. നൂൽപുട്ടുണ്ടായിരുന്നു, പക്ഷെ നൂൽപുട്ട് കഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുറച്ച് മുകളിൽ കുളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വാട്ടർഫോളും അങ്ങനത്തെ ഐറ്റംസും മറ്റേ തേയിലത്തോട്ടത്തിൽ ട്രക്കൊക്കെ ആയിട്ട്, തേയിലത്തോട്ടത്തിൽ നടത്തൊക്കെ ആയിട്ട്
കുറച്ച് ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇനി എല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ നിൽക്കണം. ഒരുപാട് മുകൾക്ക് നടക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ ഒരു വൈബാക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങോട്ടേക്ക് പോകുന്ന എല്ലാവരും ഒന്ന് പറഞ്ഞാണ്. നാച്ചുറൽ സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ പോകുന്നത്. വാട്ടർഫാളാണ്, വാട്ടർഫാള്. നമുക്ക് ട്രക്കിംഗ് മോഡാണ്. കിലോമീറ്ററുകളോട് നടക്കാൻ റെഡിയാണോ എല്ലാവരും? ഞാൻ കൊണ്ടുപോയില്ല, നിങ്ങൾ റെഡിയാണല്ലേ? അവർ റെഡിയാണോ? ഓക്കെ, ബാഗ് പിടിക്കണോ? കുഴപ്പമില്ല. ആ മൗണ്ട് റെസ്റ്റ് വളരെ നമ്മളിപ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണോ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് ചോദിക്കണോ? നരകത്തിലേക്കുള്ള വഴിയാണോ അതോ സ്വർഗത്തിലേക്കുള്ള വഴിയാണോ? നമുക്ക് കണ്ട് എത്തിയിട്ട് കാണാം. കണ്ടറിയാം. നീതു ആകെ ശോകമാണ്. ട്രിപ്പിന് വേണ്ടി വാങ്ങിയ പുതിയ പച്ച കൂളിംഗ് ഗ്ലാസ് മിസ്സായിട്ടുണ്ട്. പാവം. ഒന്ന് കണ്ടു കിട്ടുന്നവർ അറിയിക്കാൻ ഞാൻ പ്രത്യേകം പറയട്ടെ. ഓക്കെ, ചെമ്പ്ര പീക്കാണ് കാണുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സ്വർഗത്തിലേക്ക് ചേക്കേറാം. എല്ലാരും പോരും. ഈ പുളിച്ചിയുടെ മൂക്കുത്തി ഒന്ന് കാണിച്ചോളൂ. ഓക്കെ, പുതിയ മൂക്കുത്തിയാണ്. ഓക്കെ, എന്നറിയോ അതിന്റെ മോളില് എനിക്ക് പറ്റുമതിന് പപ്പ പിടിച്ചോ? ആ എന്നായിക്കോട്ടെ. ആ അഞ്ചാൻ ആ മ്യൂസിക് എന്തായിരുന്നു? ആറാനോ? അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ വന്നിറങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകണ്ടെന്നാണ് ഇയാളെ പറയുന്നത്. ആ, ഇത് പണ്ടത്തെ പോസ്റ്റ് ഓഫീസായിരുന്നു അത്രേ. അതെ അതെ. ഞങ്ങൾ അങ്ങോട്ട് കയറുന്നതിന് മുന്നേ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവാണ്. ഓക്കെ, എല്ലാവരും നിൽക്കുക, എല്ലാവരും നിൽക്കുക. അങ്ങനെ നമ്മൾ വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, നല്ല അടിപൊളി വ്യൂവിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ വരുന്നത് ഷിബിയാണ്. മതിയോ? ഈ വരുന്നതാണ് ഷിബി. ഞാൻ 4ാമത്തെ തൊട്ടാണ് ഷിബിനെ മെൻഷൻ. എന്നോട് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരങ്ങനെ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ആവുന്നത് ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു പ്രൈവറ്റ് ഏരിയയൊക്കെ എൻ്റർ ചെയ്യാൻ തോന്നുന്നു. ഒരു ഗേറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് ഇതാ കുറേ ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണും. അത് അതാക്കണു. ഒരു ടീം ഇതേ അവിടെ എത്തിയിട്ടുണ്ട്. ചെറിയ വാട്ടർഫാളിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതല്ല നമ്മൾ കുളിക്കാനുള്ള സ്ഥലം. നമ്മൾ കുളിക്കാനുള്ള സ്ഥലം വേറെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു തേയിലത്തോട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തേയിലത്തോട്ടം തേയിലത്തോട്ടം. ഷിബി അതെ, നേരത്തെ നമ്മൾ മിനിമോൾ എത്തിയ സ്ഥലത്തെത്തി. അപ്പൊ തുമ്പി അവിടെ എത്തിയിട്ടുള്ളൂ. ക്യാമ്പിന്റെ കൺസെപ്റ്റ് ലീവ് നോട്ട് റേസ്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആൾക്കാർ കൺസിഡർ ചെയ്തിട്ടില്ല. മൃഗങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ അവരെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എല്ലാം സസ്പെൻഡഡ് ആണ്. എൻ്റെ ക്യാമ്പിങ് സസ്പെൻഡ്. ഇതാണ് ടെൻറ്റ്. ഇവിടെയാണ് ആൾക്കാർ താമസിക്കുക. 2 man ടെൻ്റ് ഉണ്ട്, 3 man ടെൻ്റ് ഉണ്ട്. 3 പേർക്ക് എടുക്കാൻ 2 പേർക്ക് എടുക്കാം. പിന്നെ അത് നമ്മുടെ ഡൈനിങ് ഏരിയ, 2 വാഷ്റൂം. ഇത് രണ്ടും 2 വാഷ്റൂമാണ്. ഇതിന്റെ അടുത്ത് എന്തോ ഇനാഗ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞേ. ഇന്നല്ല, 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവും. കുറച്ച് വർക്കുകൾ വർക്ക്. എന്റെ പേരെന്താ പറഞ്ഞേ? stingray.tribe. ലീവ് നോട്ട് റേസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ഇപ്പം നമ്മളിപ്പോൾ ക്യാമ്പിംഗ് കൂടെ നിർത്തി പോവുകയാണെങ്കിൽ ഒരു സിംഗിൾ നെയിൽ പോലും നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ നേച്ചറിനെ ഹാം ചെയ്യാണ്ട്, കാരണം ഇതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ പറയാം. നേച്ചറിൽ പരമാവധി സംരക്ഷിക്കുക, പരമാവധി അവയർനെസ് കൊടുക്കുക. ഇതാണ് ശരിക്കും ടെന്റ് വരുന്നത്. അപ്പോൾ ഇതിന്റെ മേലെ തന്നെ നമ്മൾ എയറിലായിരിക്കും ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയൊരു ട്രാംപോളിൻ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ചെറിയ ബൗൺസ് ഒക്കെ. അപ്പോൾ ഇവിടെ വെറുതെ കാണാൻ വേണ്ടി കയറണ, വയ്യാത്തവർ കയറണമെന്ന് പറഞ്ഞു. എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാനും മിക്കൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നോളി.
അപ്പൊ നിങ്ങളല്ലേ വയ്യ വയ്യ അറിഞ്ഞത്? ഇപ്പൊ കണ്ടോ ക്യാമറ കണ്ടപ്പോ സ്വഭാവം മാറ്റി. അങ്ങനെയല്ല കേറാൻ വയ്ക്കും, പക്ഷെ താല്പര്യമില്ല. ഓക്കെ, താല്പര്യമില്ല. എനിക്ക് വയ്യ, ഞാൻ നടന്നു കൊയങ്ങി. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി ആബിക്കാനെ കൊണ്ട് കുറേ ഫോട്ടോസ് എടുപ്പിക്കാൻ പോകണം. ഹേ ഫോട്ടോസ് ആബിക്ക, ഹേ ഫോട്ടോസ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്പോൾ മുകളിൽ പോയി വന്നത്. മുകളിൽ പോയ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് പറയൂ. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. കുറച്ച് ടോപ്പിൽ അങ്ങനെ കയറിപ്പോയിട്ട് കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ. ഇതേപോലെ തന്നെയാണ്. പിന്നെ കുറച്ചും കൂടി ഉള്ളോട്ടിലായതുകൊണ്ട് മൃഗങ്ങളെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. ചെറിയൊരു സൗണ്ട് കേട്ടു, കണ്ടില്ല. കുറേ ഞങ്ങള് ഒരു മരം കൂട്ടിയിടിച്ചതായിരുന്നു. കുറേ ഞങ്ങൾ നോക്കി സൈലന്റ് ആയിട്ട് കുറേ നേരം ഇരുന്നു, പക്ഷെ കണ്ടില്ല. ആനല്ലേ? ആനാണ് തോന്നുന്നു, സൗണ്ട് നോക്കി. പിന്നീടാണ് മനസ്സിലാത്തൊരു കുയ്യാനായിരുന്നു. ഇനി എന്താ അടുത്ത്? അങ്ങനെ ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങി. ആദ്യം ഞങ്ങൾ വീണത് ലൈവായി കിട്ടിയോ. അപ്പോൾ ഞങ്ങൾ ഇനി കുളിക്കാനുള്ളൊരു സെറ്റപ്പ് നോക്കി പോവാണ്. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇനി കുളിക്കാൻ പോവാണേ. അട്ട കടിക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. തണുപ്പുണ്ടോ? ഓക്കെ, അപ്പം നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. വാവ്, നല്ല അടിപൊളി ഏരിയ ആണ്. ആദ്യങ്ങൾ താങ്കൾ ഇറങ്ങുന്നില്ലേ? ഇറങ്ങിയോളി. എല്ലാവരും കുളിക്കുകയാണ്. ഞാനൊക്കെ ഡ്രസ്സ് മാറാനുള്ള മടി കൊണ്ട് കുളിക്കണില്ല, എനിക്ക് വയ്യ. വല്ലാതെ വെള്ളമില്ല. ഇർഷാദലിയും പറയണ പോലെ ഡ്രസ്സ് എടുക്കാൻ മാത്രമുള്ള വെള്ളമില്ല, അതുകൊണ്ട് ഞങ്ങൾ കുളിക്കണില്ല. ബാക്കി എല്ലാവരും ഇറങ്ങി. എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ ഇറങ്ങുകയാണ്. ഒരുപാട് ടൈമായി. സമയം എത്രയും ആർക്കെങ്കിലും അറിയോ? 3 മണിയായി. ഓക്കെ, 3 മണിയായിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഇനി ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. അവിടെ ലഞ്ച് എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ത്? അടുത്ത തുള്ളി നമ്മൾ മണാലിയിലാണ് അല്ല ആവിക്ക? എനിക്കായപ്പോന്നും കൊണ്ടിട്ടപ്പോ മണാലിക്ക്. ഞാൻ എത്ര കാലമായി പറയണു. കൊണ്ടുപോയിട്ട് അവിടെ തണുക്കണൂന്ന് പറഞ്ഞാൽ ഷിബി പറഞ്ഞ പോലെ മുണ്ടമാടിന്റെ എടുക്കും. ഇല്ല ഇല്ല, ഞാൻ മണാലി പോയ ഫുൾ ഞാൻ ചായ എടുക്കൂല. അതിലേക്കാണ് അവർ ഫുഡ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് കുരങ്ങന്മാരൊക്കെ കാണാം. ഹായ് കുരങ്ങോസ്. ഷിബിക്കുട്ടാ, ഹായ് ഷിബിക്കുട്ടാ. ഒന്ന് ഷിബിയെ ഒന്ന് നിർത്താ. ഷിബിയെ ഒന്ന് നിർത്താ, ഷിബിയെ. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മീൽസാണ്, മീൽ. അതെന്താ ഈ ഐറ്റം? എന്താ പപ്പടം? അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ്. വാവ്, പപ്പടമാണത്. ഞാൻ പപ്പടം കണ്ടിട്ടില്ല. ചോറ്. താങ്കൾ അതിനുള്ളിൽ നോക്കിയിട്ട് കാണുന്നത് എന്താണ്? കാണുന്നത് എന്താണ് കാണുന്നത്? അപ്പൂസ് എന്താ അത്? അപ്പൂസ് അതെന്താ? അതെന്താ? മങ്കി. ഈ ഉണക്കമീന്റെ പേരെന്താന്ന് പറഞ്ഞേ? ഷിബു. ആ, നത്തോലിയാണോ?
ഭക്ഷണത്തിന് ശേഷം വീണ്ടും റെസ്റ്റ് ചെയ്യുന്നു. അണ്ണാച്ചിയാണോ? വയനാട്ടിലെ അണ്ണാച്ചിയാണോ? ആദിവാസി. ആ ഓക്കെ. ട്രിപ്പ് മോഡ് ഓൺ. ഇതെന്തത്? അപ്പൊ എത്രാമത്തെ വട്ടം എടുക്കണ്ടേ? ഇത് വീണ്ടും ഷിബിയാണ്. മതിയോ? ഞങ്ങളിനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് ചെന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ അവിടെ തന്നെ പോവുകയാണ്. ഇനി നൈറ്റ് ഞങ്ങൾ BBQ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുമോയെന്നറിയില്ല, ഞങ്ങൾ പോയി നോക്കട്ടെ. അവിടെ അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ്. ഓക്കെ, സീനിയേഴ്സ്. മണ്ണൻ്റെ തോളിൽ മാറാപ്പ് കേട്ടുന്നതും ബവാ. ആബിക്ക ഇവിടുന്നേ ആ പാട്ടിടാ. ആ എല്ലാവരും തിരിഞ്ഞു നോക്കാന്. ഒച്ച ഫോട്ടോയിൽ കിട്ടില്ല മിസ്റ്റർ. വൈബ് ഫോട്ടോ എടുക്കുന്ന ഷിബി. എന്താ രസം. ആ ആയിക്കോട്ടെ. ഞങ്ങളങ്ങനെ ഈ ഏരിയയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞങ്ങളിനി കുറേ പേര് പോയി. പകുതി പേരുള്ളൂ ഇവിടെ. അല്ല, പകുതി ഇല്ല, കുറച്ച് പേരുള്ളൂ ഇവിടെ. ബാക്കി എല്ലാവരും പോയി. കുറേ പേര് ഇനി ബാക്കിലും വരുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കണം. കുളിയാവണ്ട നീന്തും. ഓക്കെ, ടെൻറ്റിലേക്ക് അങ്ങോട്ടാണ് വഴി എന്നാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ബ്ലാക്ക് ഈഗിൾസ് ക്യാമ്പാണ് കേട്ടോ അത്. അവിടെ അതാ ക്യാമറമാൻ ചാച്ചുവിനോടൊപ്പം ദിൽമാസൈൻ. അപ്പോൾ ഇനി ഇങ്ങോട്ട് കയറാം. അതായത് നോഷയുടെ ഐഡിയ ആണ്. അല്ല നോഷയെ, നമ്മൾ അങ്ങോട്ട് പോയി കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു. ഇവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. കലാപരിപാടികളെ ഫോട്ടോ എടുക്കൽ. ആബിക്കങ്കിൾ ബ്ലാക്ക് ഈഗിൾസ് ക്യാമ്പാണ് കേട്ടോ അത്. ഹോസ്റ്റൽ ഇവരുടെ വേറെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കറൻ്റ്ലി ഉള്ളത് ബ്ലാക്ക് ഈഗിൾസ് ക്യാമ്പിലാണ്. ഹോസ്റ്റൽ ഇവരുടെ തന്നെ വേറെ പ്രോപ്പർട്ടി, പക്ഷേ അവിടെ ഫാമിലി അലൗഡ് അല്ല, അവിടെ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ബ്ലാക്ക് ഈഗിൾസ് ക്യാമ്പിലാണ്. നമ്മൾ ബ്ലാക്ക് ഈഗിൾസ് ക്യാമ്പിലേക്ക് എത്തി. Inside the pocket of your ripped jeans, holding me.